നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 19ാമത്തെ കഥ. ചക്രവർത്തിയോടായാലും ശരി, സത്യം തുറന്നു പറയുക, അതിനുള്ള ധൈര്യം രാമനുണ്ടായിരുന്നു. ആ ധൈര്യം ചക്രവർത്തിയുടെ സേവകന്മാരിൽ ആർക്കുമില്ല. അവർ എപ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തി പറയും. ചക്രവർത്തി എന്ത് തെറ്റും ചെയ്തോട്ടെ, അത് ശരിയാണെന്നാണ് അവരുടെ ഭാവം. ഒരിക്കൽ ചക്രവർത്തി ഒരു ജലസംഭരണി നിർമ്മിക്കാൻ ഉത്തരവ് നൽകി. പണി തീർന്നപ്പോഴോ എന്തു ഭംഗിയായിരുന്നു ജലസംഭരണിക്ക്! അതിൽ നിർമ്മലമായ ജലം കെട്ടിക്കിടക്കുന്നു. ചക്രവർത്തി അന്തേവാസികളെ വിളിച്ചു വരുത്തി. ആദ്യമായി അവർ ആ കാഴ്ച ആസ്വദിച്ചു. അവരുടെ കൂട്ടത്തിൽ രാമനും ഉൾപ്പെട്ടിരുന്നു. എല്ലാവരോടുമായി ചക്രവർത്തി ഒരു ചോദ്യം ചോദിച്ചു. ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തങ്ങളുടെ ഉത്തരം ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടണം, അതായിരുന്നു അന്തേവാസികളിൽ ഓരോരുത്തരുടെയും വിചാരം. ഒരു പക്ഷേ ചക്രവർത്തിക്ക് ഉത്തരം രസിച്ചില്ല എന്നിരിക്കട്ടെ, അത് തങ്ങൾക്ക് ദൂഷ്യമാവില്ലെന്ന് ആര് കണ്ടു? ജലസംഭരണിയുടെ ജലത്തെ നിർമ്മലമായ ഒരു സുന്ദരിയോട് ഉപമിക്കാം. ഒരുവൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ ജലം സ്ഫടികത്തേക്കാൾ മനോഹരമാണെന്ന്. മറ്റൊരുവൻ അറിയിച്ചു, ഒരു യോഗിയുടെ മനസ്സുപോലെ ശാന്തമാണ് ജലം. ആ ഉപമ യോജിക്കും. വേറൊരുവൻ പറഞ്ഞു. രാമൻ്റെ മുറയായി. രാമ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ചക്രവർത്തി ചോദിച്ചു. ഉണ്ട് തിരുമേനി, ജലസംഭരണിയിലെ ജലം എനിക്ക് ജലമായി തോന്നുന്നു, അയാൾ പറഞ്ഞു. പിന്നീട് ജലത്തെപ്പറ്റി ചർച്ചയേ ഉണ്ടായില്ല. നന്ദി.